കർണ, ആയുധാഭ്യാസം പഠിക്കാനുള്ള നിന്റെ ആഗ്രഹം എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. നിന്റെ ഉത്സാഹം എനിക്കൊരു ഉണർവാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഗുരുകുലത്തിൽ ചില പുരാതന നിയമങ്ങളുണ്ട്. ഇവിടെ പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമാണുള്ളത്. ആ നിമിഷം കർണന്റെ സ്വപ്നങ്ങൾ പൊടിപടലമായി. ഒരു മറുപടി പോലും പറയാതെ അയാൾ ഗുരുകുലം വിട്ടു. തന്റെ വ്യക്തിത്വം മറിച്ച് അകലെ ഏതെങ്കിലും ഗുരുവിന്റെ കീഴിൽ പഠനം ആരംഭിക്കാം. അങ്ങനെ അകലെയായി ഒരു ഗുരുവിനെ കർണൻ കണ്ടെത്തി. പക്ഷേ അയാൾക്കറിയില്ലായിരുന്നു ആ ഗുരു സാക്ഷാൽ പരശുരാമനാണെന്ന്. അങ്ങനെ രാജകുമാരന്മാർ ദ്രോണാചാര്യരുടെ ശിഷ്യരായപ്പോൾ കർണൻ ദ്രോണാചാര്യരുടെ ഗുരുവിന്റെ ശിഷ്യനായി.